ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ 2ാം എഡിഷൻ ഇന്ന് അവസാന ദിവസമായ ഇന്ന് ഇവിടെ ഇപ്പോൾ KEN കണ്ട ലോകങ്ങൾ സാഹിത്യം, ചരിത്രം, രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നമ്മുടെ ഒപ്പം സംഘാടകൻ സൂചിപ്പിച്ചതുപോലെ KEN എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന KEN കുഞ്ഞഹമ്മദ്, അതുപോലെ തന്നെ സോണിയ ഈപ്പ. നമുക്കറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ, KENൻ്റെ രചനകളിലൂടെ നമുക്ക് മതപരമായ വിവേചനങ്ങളും മതതീവ്രവാദത്തെക്കുറിച്ചും അത് ന്യൂനവർഗ വിഭാഗത്തിലുണ്ടാക്കുന്ന വിവേചനങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായി ശക്തമായി പ്രതിഫലിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർ തന്നെ സംസാരിക്കും. കൂടുതൽ മുഖവുരയുടെ ആവശ്യം ഇവർക്കില്ല. നമുക്ക് സെഷൻ ആരംഭിക്കാം. എല്ലാവരും ഒന്ന് മുമ്പിലേക്ക് കടന്നിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. ഏറെ സ്നേഹത്തോടെ ആദരവോടെ KM മാഷെ ഈ ഒരു സെഷനിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാലത്ത് കേരളത്തിൻ്റെ ക്യാമ്പസുകളുടെ ശബ്ദമായിരുന്നു KEN. ഇന്നും അതെ. അതുകൊണ്ടുകൂടിയാണ് പിറകിലിരിക്കുന്ന വിദ്യാർത്ഥികൾ മുന്നിലേക്കിരിക്കണം എന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നത്. ഏറ്റവും കൂടുതലായി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കേട്ടിട്ടുള്ളത് വിദ്യാർത്ഥികളാണ്. ഞാനടക്കമുള്ള വിദ്യാർത്ഥികൾ KM മാഷെ കേട്ടുകേട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അങ്ങനെ ഇന്ന് സാംസ്കാരിക ലോകത്തുള്ള ഒരുപാട് ആളുകൾ KENനെ കേട്ടവരാണ്, KENനെ വായിച്ചവരാണ്, KENനെ അനുകരിക്കുന്നവരാണ്. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ മാഷ് മുന്നോട്ട് വെച്ച ഒരു ബദൽ ജീവിത മാതൃക തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിച്ചു പറയട്ടെ, KEN എന്നുള്ള 3 അക്ഷരം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു പാഠപുസ്തകമാണ്. ഇക്കാര്യം തന്നെയാണ് മാഷോട് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. എഴുത്തുകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ എന്ന പല നിലയിലുള്ള മുഖം മാഷ്ക്കുണ്ടെങ്കിലും ഞങ്ങളെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൾച്ചറൽ ആക്ടിവിസ്റ്റ്, സാംസ്കാരിക പ്രവൃത്തിയാർ എന്ന് അതിനെ മലയാളീകരിക്കാം എന്ന് തോന്നുന്നു. അത് അത്ര എളുപ്പമുള്ള ഒരു ജീവിതമല്ല. പ്രഭാഷണം നടത്തുമ്പോൾ പറയുന്നത് എഴുതുന്ന കാര്യങ്ങളിൽ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഒരു മാതൃക അവതരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസമേറിയ ഒരു അനുഭവമാണ്. മാഷോട് ആദ്യം ചോദിക്കാനുള്ളത് എനിക്ക് ഒരു കൾച്ചറൽ ആക്ടിവിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ വളരെ റിഫ്ലക്സീവായ, സ്വപ്രതിഫലനാത്മകം എന്നൊക്കെ പറയാവുന്ന ഒരു ജീവിതമാണ്. ഒരു കൾച്ചറൽ ആക്ടിവിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ സംഘടനാപരമായി നിൽക്കുമ്പോഴും വ്യക്തി എന്നുള്ള തലത്തിൽ നിൽക്കുമ്പോഴും ഒക്കെ വളരെ പ്രയാസമേറിയ ഒരു അനുഭവമാണത്. അക്കാര്യത്തെക്കുറിച്ച് മാഷൊന്ന് സംസാരിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു സംവാദത്തിൽ ഏറ്റവും പ്രസക്തമായ, നമ്മുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറെ മൗലികം എന്ന് വിശേഷിപ്പിക്കാവുന്ന, സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾ റാഡിക്കൽ, ഗോ ടു ദി റൂട്ട് എന്ന അർത്ഥത്തിൽ വേരിനെ തൊടുന്ന മാർക്സിൻ്റെ വാക്കുകൾ കടമെടുത്താൽ മനുഷ്യൻ്റെ വേര് മനുഷ്യൻ തന്നെയാണ് എന്ന സൂക്ഷ്മമായ അർത്ഥത്തിൽ ഏറെ പ്രസക്തമായ ഒരു അന്വേഷണ വിഷയമാണ്, സംവാദ വിഷയമാണ്
കൾച്ചറൽ ആക്ടിവിസം അഥവാ നമ്മുടെ ജീവിതത്തെ നാം തന്നെ പുനർനിർമ്മിക്കുന്ന, ഉഴുതുമറിക്കുന്ന ക്ലേശകരമെങ്കിലും അഭിമാനകരമായ പ്രവർത്തനം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എത്രയെത്രയോ ആശയങ്ങൾ ഓരോ ദിവസവും ഇതുപോലുള്ള സാഹിത്യ ഉത്സവങ്ങളിൽ മാത്രമല്ല, തെരുവിലും സകല സ്ഥലത്തും നിരന്തരം ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ആശയങ്ങൾ പലതും നമ്മുടെ തലക്കു മുകളിലൂടെ നമ്മുടെ തൊലിപ്പുറം സ്പർശിച്ചുകൊണ്ട് ആശയത്തിനോ നമുക്കോ ഒരു തരത്തിലുള്ള അസ്വസ്ഥതയും ഉണ്ടാകാതെ കടന്നു പോവുകയാണ്. അതിന് പകരം അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ, ആവിഷ്കരിക്കപ്പെടുന്ന ആശയങ്ങൾ അത് അനാഥമാവാനുള്ളതല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂമിയും ആകാശവുമായി മാറേണ്ടതാണ്, അല്ലെങ്കിൽ മാറ്റേണ്ടതാണ്. ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടതാണ്. ആദർശങ്ങളില്ലാത്ത, ആശയങ്ങളില്ലാത്ത ഒരു ജീവിതം അതിജീവനമെന്ന അർത്ഥത്തിൽ പോലും പ്രസക്തമാവില്ല. പിന്നെയല്ലേ ആവിഷ്കാരം. അതുകൊണ്ട് ആവിഷ്കാരത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് മനുഷ്യർ കടക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യർ സ്വയം വിമോചിതരാവുന്നത്. സ്വയം വിമോചിതമാവുക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് നമുക്കറിയാം, നിലനിൽക്കുന്ന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ അവസ്ഥ വളരെയേറെ പരിമിതികളുള്ളതാണ്. ഈ പരിമിതികളുള്ള സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥയിൽ അതിനേക്കാൾ പരിമിതരായി തീരുകയല്ല, മറിച്ച് അതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നിലവിലുള്ള സാമൂഹ്യക്രമം തുടരവേ തന്നെ ആ സാമൂഹ്യക്രമത്തിൻ്റെ അകത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതൊക്കെ തരത്തിൽ നമുക്ക് വിമോചിതരാവാൻ പറ്റും എന്ന അന്വേഷണമാണ്, ആലോചനയാണ് സത്യത്തിൽ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒന്ന്. അന്തോണിയോ ഗ്രാംഷിയുടെ വളരെ പ്രസിദ്ധമായ ആശയലോകം. ഗ്രാംഷിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഗ്രാംഷി മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അത് മലയാളി ജീവിതത്തിൻ്റെ വീര്യമായി മാറിയിട്ടില്ല. ആ അർത്ഥത്തിൽ പൗരജീവിതത്തെ പടക്കളമാക്കി തീർക്കുക. പൗരജീവിതം എന്നാൽ നിങ്ങളുടെ എൻ്റെയും ദൈനംദിന ജീവിതമാണ്. നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സൗഹൃദം, സ്നേഹം, അതും ബന്ധങ്ങൾ, ഇതെല്ലാം അടങ്ങിയ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ, പൗരജീവിതത്തിൻ്റെ ലോകത്തെ എങ്ങനെ നമുക്ക് പുനർനിർവചിക്കാൻ കഴിയും, അല്ലെങ്കിൽ പുനർനിർവചിക്കേണ്ടതുണ്ടോ എന്ന വളരെ പ്രസക്തമായ ഒന്നാണ്. ആ അർത്ഥത്തിൽ ഞാൻ വളരെയേറെ ആഹ്ലാദത്തോടെ, അഭിമാനത്തോടെയാണ് സോണിയുടെ ഈ ചോദ്യത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. അതായത്, ഇന്ന് സാംസ്കാരിക ജീവിതത്തിൽ നമ്മൾ പ്രൊഫഷണലുകളല്ലെങ്കിൽ, പ്രൊഫഷണലുകളാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, എന്തും പറഞ്ഞ് പൊടിയും തട്ടി നമുക്ക് സ്ഥലം വിടാവുന്നതാണ്. അങ്ങനെയുള്ളവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി അതവരുടെ കുറ്റം മാത്രമായി, അടിവര അതവരുടെ കുറ്റം മാത്രമായി ഞാൻ കാണുന്നില്ല, മറിച്ച് അതിലും അവർക്കും കുറ്റമുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളും ഞാനും ഒക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിരന്തരമായി നടന്ന ആശയസമരങ്ങളുടെ, അത് വളരെ ആത്മത്യാഗപരമാണ്, ആ ആത്മത്യാഗപരമായ സമരങ്ങളുടെ ഒരനന്തരഫലം എന്ന അർത്ഥത്തിലാണ് നമ്മുടെ അസ്തിത്വം. അങ്ങനെ ആലോചിച്ചാൽ അത് നിലനിൽക്കണമെങ്കിൽ തന്നെ ഇന്ന് വലിയ സമരം നിർവഹിക്കേണ്ടതുണ്ട്. ആർ സമരം ചെയ്യുന്നുവോ അവർ വിജയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിതലത്തിലും സാമൂഹ്യ തലത്തിലും നിരന്തരം നടത്തേണ്ട ഒരു സമരത്തിന്, സമരം എന്നതുകൊണ്ട് ഞാൻ വിവക്ഷിക്കുന്നത് ഔപചാരികമായ അർത്ഥത്തിലുള്ള സമരങ്ങൾ മാത്രമല്ല. അത് നമുക്ക് പരിചിതമാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുകയും വേണം. അതിനപ്പുറത്ത് നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനേക്കാൾ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് കടക്കാൻ വേണ്ടി ഓരോ മനുഷ്യരും നടത്തേണ്ട അനിവാര്യമായ മൽപ്പിടുത്തങ്ങളുണ്ട്. അതാണ് കൾച്ചറൽ ആക്ടിവിസം വ്യക്തിതലത്തിൽ. സാമൂഹ്യ തലത്തിൽ അതിന് കുറേ കൂടി വിസ്തൃതമായ, വിപുലമായ, അഗാധമായ അർത്ഥധ്വനികളുണ്ട്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സംവാദം നടക്കുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞത്, ഏത് സംവാദവും അത് നടക്കുന്ന സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇന്നീ ഒരു സംവാദം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവഫാസിസ്റ്റ് പശ്ചാത്തലത്തോട് നമ്മൾ എതിരിടേണ്ടതുണ്ട്. അല്ലാതെ നമുക്കൊരു സംവാദവും ഇന്ന് നടത്താൻ പറ്റില്ല. ആ അർത്ഥത്തിൽ നേരത്തെ സോണി ചോദിച്ചത് സംഘടനാപരമായി
സംഘടനാപരമായി പുരോഗമന കലാസാഹിത്യ സംഘം എന്നൊരു സംഘടനയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് വ്യക്തി എന്ന അർത്ഥത്തിൽ പരിശോധിച്ചാലും സംഘടനാ പ്രവർത്തനത്തിൻ്റെ തന്നെ തുടർച്ചയിലാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യരും അവരുടെ വായനയുടെ, ചിന്തയുടെ, ജീവിത പശ്ചാത്തലത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വ്യക്തികൾ നിർവഹിച്ചാൽ തന്നെ സത്യത്തിൽ നമ്മുടെ ജീവിതം ഇന്നത്തേക്കാൾ തിളക്കമുള്ളതായിത്തീരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു സാംസ്കാരിക പ്രവർത്തകൻ, സാംസ്കാരിക വിമർശകൻ എന്ന നിലയിൽ ഞാൻ എന്നെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു സാംസ്കാരിക പ്രക്ഷോഭകാരി എന്ന അർത്ഥത്തിൽ തന്നെയാണ്. സാംസ്കാരിക പ്രക്ഷോഭകാരി എന്നുള്ളത് ഒരു അലങ്കാരമോ ആഡംബരമോ ആയിട്ടല്ല, മറിച്ച് ജീവിതം തന്നെയായിട്ടാണ് നോക്കിക്കാണുന്നത്. അങ്ങനെ നോക്കിക്കാണുമ്പോൾ സോണി ഈ ഒരു അവതരണത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ചില പ്രയാസങ്ങളെക്കുറിച്ച് പറയണ്ടായി. സത്യത്തിൽ ആ പ്രയാസം പോലും ഒരു പുളകമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതൊരു പുളകമായതുകൊണ്ടാണ്, പ്രയാസമായിരിക്കെ തന്നെ അതൊരു പുളകമാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പരിമിതി അനുഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ അനുഭവിക്കുകയായിരിക്കും ചെയ്യുക. മറിച്ച് സാമൂഹ്യമായൊരു പരിമിതിയെ മറികടക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമത്തിൽ നമ്മൾ പരാജിതമാവുകയും അതൊരു പരിമിതിയായി തീരുകയും ചെയ്താൽ ആ പരിമിതി പോലും വ്യക്തിതലത്തിലൊരു പരിമിതിയല്ല, മറിച്ച് അത് പ്രക്ഷോഭത്തിൻ്റെ ഒരു ഭാഗമാണ്, അതൊരു ആത്മാഭിമാനത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തോൽവി ആ അർത്ഥത്തിൽ തോൽവിയല്ല. അതാണ് അതേക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ മാഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മളെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാർക്സിസ്റ്റ് സംവാദമാണ് തൊട്ടു മുൻപ് നടന്നത്. അതിൽ അടിത്തറ, മേൽപ്പുര എന്നുള്ള സങ്കല്പന ഉണ്ട്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് അടിത്തറ പോലെ തന്നെ പ്രധാനമാണ് മേൽപ്പുരയും. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനമാണ്, സാംസ്കാരിക രംഗത്തെ സമരങ്ങൾ എത്രത്തോളം പ്രധാനമാണ് എന്ന് ഓർമ്മിപ്പിച്ചവരിൽ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് KN. മാഷ് അന്റോണിയോ ഗ്രാംഷിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇപ്പോൾ സാധാരണ നമ്മൾ പല മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ദൈനംദിനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാംസ്കാരിക രംഗത്ത്, സാംസ്കാരിക മേഖലയിൽ നടത്തുന്ന സമരങ്ങൾ വളരെ പ്രധാനമാണ് എന്നുള്ളത് മാഷ് പല പല ഘട്ടങ്ങളിലായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരം ഓർമ്മപ്പെടുത്തലുകളെ പാഠപുസ്തകം പോലെ സ്വീകരിച്ച ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ് ഞാൻ ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം മാഷ് ഈ കാര്യങ്ങൾ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, സംസ്കാരം എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത്. പക്ഷേ കേരളീയമായ സാഹചര്യത്തിൽ ആ സാംസ്കാരിക പ്രവർത്തനത്തെ, ഇപ്പോൾ സംസ്കാര പഠനങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുണ്ട്, പക്ഷേ സാംസ്കാരികമായ ആക്ടിവിസം എന്ന് പറയുന്നത് ഒരു ആക്ടിവിസത്തിൻ്റെ മണ്ഡലം അതിൽ തീർച്ചയായും ഉണ്ട്. ആ അർത്ഥത്തിലേക്ക് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തനം മാറിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഈ കമ്പോളം കൈയടക്കുന്ന ഒരു കാലത്ത്, കൾച്ചറൽ ഇൻഡസ്ട്രി ആകുന്ന ഒരു കാലത്ത് എന്നുള്ളതാണ് മാഷോട് എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാൻ. സാംസ്കാരിക ജീവിതത്തെ നിർണയിക്കുന്നതിലും നിർവചിക്കുന്നതിലും സത്യത്തിൽ നേതൃത്വം വഹിക്കുന്നത് എന്താണ്, നേതൃത്വം വഹിക്കേണ്ടത് സത്യത്തിൽ എന്താണ്, ഈ രണ്ട് ചോദ്യത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തെ അഭിമുഖീകരിച്ചാൽ ഈ പ്രശ്നത്തോട് നമുക്ക് കുറേ കൂടി അടുത്ത് വരാൻ പറ്റും. സത്യത്തിൽ സാംസ്കാരിക ജീവിതത്തെ നിർവചിക്കുന്നതിൽ നേതൃത്വം വഹിക്കേണ്ടത് മനുഷ്യബന്ധങ്ങളുടെ ഒരു ലോകമാണ്. അതായത് എത്ര തന്നെ സൗകര്യങ്ങൾ നമുക്കുണ്ടായി തീർന്നാലും ആ സൗകര്യങ്ങൾക്ക് മൂല്യമുള്ളതായിത്തീരുന്നത് മനുഷ്യബന്ധങ്ങളുടെ മണ്ഡലത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോഴാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ ആ വിധം മനുഷ്യബന്ധങ്ങളുടെ മണ്ഡലത്തിൽ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? സൗകര്യങ്ങളുടെ മണ്ഡലത്തിൽ താരതമ്യേന ചെറിയൊരു വിഭാഗത്തിനെങ്കിലും ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഭൂരിപക്ഷം വരുന്ന ജനത ഇന്നും പലതരം പീഡനങ്ങളുടെ പിടിയിലാണ്. ചെറിയൊരു വിഭാഗത്തിൻ്റെ മണ്ഡലത്തിൽ ഭൗതികമായൊരു കുതിച്ചുചാട്ടം ഉണ്ടായെങ്കിലും അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ
അവരുടെ ബന്ധങ്ങളുടെ ലോകത്തിൽ ആ വിധമുള്ളൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ സംഘർഷത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും. കാരണം മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സുപ്രധാനമായി പരിഗണിക്കാവുന്നതിനെ ഞാൻ ചുരുക്കി മാർക്സിസ്റ്റ് തത്വചിന്തയെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തത്വചിന്തയെക്കുറിച്ച് വളരെ വിശദമായിട്ട് അന്വേഷിക്കേണ്ട ഒരു സന്ദർഭമായിട്ട് ഈ പരിമിതമായ സമയത്ത് ഞാൻ കാണുന്നില്ല. പക്ഷേ മാർക്സിസ്റ്റ് തത്വചിന്തയുടെ, അംബേദ്കർ ചിന്തയുടെ, ബൗദ്ധ ചിന്തയുടെ ഒക്കെ അടിസ്ഥാനം, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ തത്വചിന്തകളുടെയും അടിസ്ഥാനം ആ തത്വചിന്തകൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ വിശകലനം ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഒറ്റ വാചകത്തിൽ ഏതും ഒറ്റ വാചകത്തിൽ ഒതുക്കുമ്പോൾ അതിന് പരിമിതികൾ വന്നു ചേരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയുള്ള സമരമാണ്. ജീവിതം എന്താണ് എന്ന ചോദ്യത്തിന് ഒറ്റ വാചകത്തിൽ ഉത്തരം പറയാൻ പ്രയാസമാണ്. പക്ഷേ ആ പ്രയാസമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ അത് സ്നേഹത്തിന് വേണ്ടിയുള്ള സമരമാണ്. പ്രത്യക്ഷത്തിൽ സ്നേഹം, സമരം, ഈ രണ്ട് വാക്കുകൾ പൊരുത്തപ്പെടുമോ എന്നൊരു ആലോചനയും അനിവാര്യമാണ്. സമരമില്ലെങ്കിൽ സത്യത്തിൽ സ്നേഹമില്ല. അത് ചരിത്ര പാഠമാണ്. ഇന്ന് രണ്ട് മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ, തെരുവിൽ വെച്ചോ ക്യാമ്പസിൽ വെച്ചോ കാണുമ്പോൾ, വെറുതെ ഒന്നിനും വേണ്ടിയല്ലാതെ ഒരു സൗഹൃദം പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ പോലും നമ്മളീ പറഞ്ഞ സ്നേഹത്തിന് വേണ്ടി മുൻകാലങ്ങളിൽ നടന്ന സമരത്തിൻ്റെ ഒരു പശുമയുണ്ട്. കാരണം മുമ്പ് കേരളത്തിൽ, മുമ്പെന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ഈ കഥയിൽ പറയുന്ന പണ്ട് എന്ന് പറയുന്ന പണ്ടല്ല, ഒരു 100 കൊല്ലം മുമ്പത്തെ കേരളത്തിൽ രണ്ട് മനുഷ്യർ തമ്മിൽ കണ്ടാൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല. തൊടാമോ, എത്ര അടുത്ത് നിൽക്കാം, പരസ്പരം കാണാമോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമോ, ആ അർത്ഥത്തിൽ വളരെ സങ്കുചിതമായ ഒരു പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഈ ചോദ്യത്തിന് പിറക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഇന്ന് നമ്മൾ വളരെ അലസായിട്ടാണ് ചോദിക്കുന്നത്. നമുക്കൊരു ഉത്തരവാദിത്വം ഈ ചോദ്യം ചോദിക്കുന്നതിനില്ല. പക്ഷേ വലിയ ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമാണത്. നമ്മൾ എത്ര ഔപചാരികതയിൽ അതിനെ ഒതുക്കിയാൽ പോലും അത് ആ ഔപചാരികതയുടെ ചട്ടക്കൂട് പൊളിച്ചിട്ട് അനൗപചാരികതയിലേക്ക് കടക്കും. ഞാൻ പറയുന്നത് ചുരുക്കത്രയേ ഉള്ളൂ. എന്തിനെക്കുറിച്ചും ഔപചാരികമായിട്ട് ആലോചിക്കാവുന്നതാണ്. എന്നാൽ ഔപചാരികതയിൽ തുടങ്ങി നമ്മുടെ അന്വേഷണം അവിടെ തന്നെ അവസാനിക്കുകയാണെങ്കിൽ അതൊരു അസംബന്ധമാവും. എന്നാൽ ഔപചാരികതയിൽ തുടങ്ങിയിട്ട് അത് അനൗപചാരികതയിലേക്ക് കടക്കുകയാണെങ്കിൽ ആ ഔപചാരികത പോലും ചരിത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ സ്വാഗതാർഹമാവും. അതുകൊണ്ട് വളരെ പ്രസക്തമാണ് ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ഒരു ഭാഗത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധത, മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെക്കുറിച്ച് നമുക്ക് വലിയ മതിപ്പുണ്ട്. ആ മതിപ്പ് ആവശ്യമാണ്. അതേസമയം നിരവധി തവണ ആവർത്തിച്ച ഒരു കാര്യമാണ് രാഷ്ട്രീയമായിട്ട് മുന്നിലായിരിക്കുമ്പോഴും സാംസ്കാരികമായിട്ട് പിന്നിലായിരിക്കുക. ഇതൊരു വൈരുദ്ധ്യമാണ്. ഈ സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലാണ് വലതുപക്ഷ ആശയങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെരുവിലും നഗരത്തിലും ഫാക്ടറിക്കകത്തും ഒരുപക്ഷെ ക്യാമ്പസിലുമൊക്കെ വളരെ ജനായത്തപരമായി ഇരിക്കുന്ന മനുഷ്യർ അവരുടെ വീടുകളിൽ ആവിധമല്ല, അവിടെ അവർ ചങ്ങലക്കിടപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും നടുക്കമുണ്ടാക്കേണ്ട കാര്യം മറ്റാരുമല്ല അവരെ ചങ്ങലക്കിടുന്നത്, അവർ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. വളരെ നിരുപദ്രവമെന്ന് കരുതി നിർവഹിക്കപ്പെടുന്ന പല ചടങ്ങുകൾ പോലും അത് വളരെ ഔപചാരികമെന്ന രീതിയിൽ നമുക്കതിനെ കാണാം. പക്ഷെ അതിനൊരിക്കലും അനൗപചാരികതയിൽ കടക്കാൻ പറ്റില്ല. കാരണം ആ ചടങ്ങുകളൊക്കെ ചങ്ങലകളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ഗാർഹിക അന്തരീക്ഷത്തിൽ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ അനിവാര്യത വളരെ കൂടുതലാണ്. ഒന്നാമത്തെ സോണിയുടെ ചോദ്യത്തോട് സംക്ഷിപ്തമായി ഞാൻ പ്രതികരിച്ചത് പൗരജീവിതത്തെ പടക്കളമാക്കുക എന്നുള്ളതാണ്. ഇതിനോട് ഞാൻ ചുരുക്കി ഒറ്റവാചകത്തിൽ പറയുന്നത്, നമ്മളുടെ ഒരു ഗാർഹിക അന്തരീക്ഷത്തെ നമ്മൾ തീർച്ചയായിട്ടും ഒരാശയ സംവാദ കേന്ദ്രമാക്കിയിട്ട്, അതായത് സ്നേഹത്തിന് വേണ്ടിയുള്ള സമരമാവണം ജീവിതമെങ്കിൽ നമുക്ക് സംവാദം വേണം, സൗഹൃദം വേണം, വൈവിധ്യങ്ങളെ ആദരിക്കാനുള്ള വിസ്തൃതമായൊരു മാനസികാവസ്ഥ വേണം. ഇപ്പോൾ ക്യാമ്പസുകളിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല. മുമ്പ് എൻ്റെ ഒരു അനുഭവം, ക്യാമ്പസിൽ ഈ ഉദ്ഘാടനം അതുപോലുള്ള സാംസ്കാരിക പരിപാടികൾക്കൊക്കെ
നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രീതിയാണ്. ഒന്ന് പരമ്പരാഗതമായ ഫ്യൂഡൽ അവശിഷ്ടം, വേസ്റ്റ്, ഫ്യൂഡൽ വേസ്റ്റ് എന്ന് പറയാവുന്ന സംഭവങ്ങളുടെ ആവർത്തനം. രണ്ട് നവലിബറൽ അവസ്ഥയുടെ ഒരു മെറ്റഫർ എന്ന രീതിയിൽ സ്വീകരിക്കാവുന്ന വിപണി. രണ്ട് വിപണിയുണ്ട്. ഒന്ന് നമ്മുടെ ഉപഭോഗ ആവശ്യങ്ങളുടെ നിർവഹണം നിർവഹിക്കുന്ന വിപണി, നമ്മൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന അനിവാര്യമായ വിപണി, കൺസംഷൻ എന്നുള്ളതിൻ്റെ ഭാഗമായുള്ളൊരു വിപണി. അത് ആവശ്യമാണ്. എന്നാൽ അതിന് പകരം നമ്മളെ തന്നെ വിൽക്കുന്ന, എല്ലാറ്റിൻ്റെയും വിലയറിയും ഒന്നിൻ്റെയും മൂല്യമറിയില്ല എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ സ്വപ്നങ്ങളെപ്പോലും തീരുമാനിക്കുന്ന ഒരു വിപണി, ഒരു അരാഷ്ട്രീയമായിട്ടുള്ള ഒന്ന്, മാർക്കറ്റ് ഓറിയൻറ്റഡ് ലൈഫ് എന്ന് ഒറ്റവാചകത്തിൽ ഒതുക്കി പറയാം. കൾച്ചർ ഓറിയൻറ്റഡ് ആവുന്നതിന് പകരം മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിത്തീരുന്ന ഒരവസ്ഥ. നമ്മൾ എത്ര പ്രതിരോധിച്ചാലും അതിൻ്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു കടക്കാൻ ഇന്ന് വളരെ പ്രയാസമാണ്. പക്ഷേ ആ പ്രയാസകരമായ ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഈ ഒരു അവതരണത്തിലുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സംക്ഷിപ്തമായിട്ട് അത്രയുമാണ് അതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്. മാഷ് പറഞ്ഞ ഈ വലതുപക്ഷവൽക്കരണം, അങ്ങനെ ഒന്നുകൂടി അടിവരയിട്ട് പറഞ്ഞാൽ ഈ തീവ്ര വലതുപക്ഷവൽക്കരണം എത്രത്തോളം അപകടകരമായ രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് മാഷ് എല്ലാ സന്ദർഭങ്ങളിലും ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ വിശാലമായ അർത്ഥത്തിൽ ഇടത് എന്നതിന് ഒരു വിമർശാവബോധം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥത്തിൽ നിരന്തരമായ പ്രഭാഷണങ്ങളിലൂടെ, എഴുത്തിലൂടെ ഒരു ഇടത് എന്ന് പറഞ്ഞാൽ ഒരു വിമർശാവബോധം സമൂഹത്തിലേക്ക് വിനിമയം ചെയ്ത ഒരാളാണ് KM മാഷ്. എന്നാൽ അതിൽ തന്നെ കൂടുതൽ സൂക്ഷ്മതകളിലേക്ക് പോവുക എന്നുള്ളത്, ഈ ഇടത് ഭാവുകത്വത്തിൻ്റെ തന്നെ സൂക്ഷ്മതകളിലേക്ക് പോവുക എന്നുള്ളത് മാഷ് 90കളിൽ തന്നെ നിർവഹിച്ച ഒരു ദൗത്യമായിരുന്നു. പിൽക്കാലത്ത് അത് സ്ത്രീവാദം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ദളിത് വൈജ്ഞാനികത, കീഴാള പഠനങ്ങൾ തുടങ്ങിയ രീതികളിലൊക്കെ വികസിക്കുന്നുണ്ട്. എന്നാൽ KNൻ്റെ അക്കാലത്തുള്ള എഴുത്തുകളും പ്രഭാഷണങ്ങളും എടുത്തു വായിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെ, മാഷ് അതാണ് പറഞ്ഞത്, പൗരജീവിതത്തിലും അതേപോലെ തന്നെ വീട്ടകങ്ങളിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു കലാപകാലത്ത് മാത്രമാണ് നമ്മൾ ഈ കലാപം നടക്കുന്നത് അറിയുന്നത്. പക്ഷേ ആ കലാപത്തിന് മുൻപ് ഗുജറാത്തിലെ വീടുകളിൽ എന്താണ് സംഭവിച്ചത് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ മാഷ് അത്തരം സൂക്ഷ്മ രാഷ്ട്രീയത്തിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പിൽക്കാലത്ത് കേരളം ആ അർത്ഥത്തിൽ പലതരത്തിൽ മുന്നോട്ട് പോകൽ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ മാഷിൻ്റെ എഴുത്തുകളിൽ ഈ സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നൊരു വായനക്കാരി എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു. മാഷ് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓരോ ഇടപെടലും, സത്യത്തിൽ ഇടപെടൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വെറും സൈദ്ധാന്തിക സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു കാര്യമല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സഹായകമായ രീതിയിലുള്ള, ഇവിടെ നേരത്തെ സോണി ചൂണ്ടിക്കാണിച്ചു, നമ്മളൊരു സ്ഥലത്ത് കലാപം നടന്നാൽ ആ പ്രദേശം ആകെ മാറും, അതിൻ്റെ ഗ്രാമർ മാറും. പക്ഷേ കലാപം ഒരു ശൂന്യതയിൽ നിന്ന് പെട്ടെന്ന് രൂപപ്പെട്ടു വരുന്നതല്ല. അതിൻ്റെ പിറകിലൊരു ചരിത്രമുണ്ട്, അത് നടക്കുന്ന സമയത്തുള്ളൊരു അന്തരീക്ഷമുണ്ട്, അത് നടന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥയുണ്ട്. ഇപ്പം ഞാൻ വിശദീകരണം ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. 2015 2014 ഇന്ത്യൻ നവഭാസം അതിൻ്റെ പിടി മുറുക്കുന്നത് ഏറെക്കുറെ രാഷ്ട്രീയമായിട്ട്. സാംസ്കാരികമായിട്ട് അതിൻ്റെ മുമ്പേ അവരുടെ പിടി മുറുകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാംസ്കാരികമായി അവർ നേടിയെടുത്ത വൻ വിജയത്തിന് വൈകി വന്ന ഒരു ദൃഢപ്പെടുത്തലാണ് അവരുടെ രാഷ്ട്രീയ വിജയം. ആ രീതിയിൽ അത് വിശകലനം ചെയ്യപ്പെടുന്നതിൽ ജനായത്തവാദികൾ പോലും പിറകോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ഇന്ത്യൻ നവഭാസം സ്വാതന്ത്ര്യാനന്തരം തന്നെ നമുക്കൊരു ഞെട്ടലോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗാന്ധി വധാനന്തരം തന്നെ അവർ സാംസ്കാരികമായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട്.
എന്നാൽ സാംസ്കാരികമായി അവർക്ക് നേടാൻ കഴിഞ്ഞ വൻ വിജയം രാഷ്ട്രീയ വിജയമാക്കി വിവർത്തനം ചെയ്യാൻ, പരിഭാഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സാംസ്കാരികമായ വിജയം പിന്നീട് രാഷ്ട്രീയ വിജയമായി മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ വിജയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ത്യൻ നവഭാസത്തിൻ്റെ രാഷ്ട്രീയ വിജയം. എന്തുകൊണ്ടെന്നാൽ ജനായത്തത്തിൻ്റെ വിജയം, ഇടതുപക്ഷത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിജയം മാത്രമാണ്. സാംസ്കാരിക വിജയം അതിനെ പിന്തുണയ്ക്കാറില്ല. ജനായത്തം വിജയിച്ചാൽ പോലും, ജനായത്തം രാഷ്ട്രീയമായി വിജയിച്ചാൽ പോലും സാംസ്കാരികമായിട്ട് വിജയിക്കാറില്ല. എന്നാൽ ഇന്ത്യൻ നവഭാസം രാഷ്ട്രീയമായി തോറ്റാൽ പോലും അവർ സാംസ്കാരികമായി വിജയിക്കാറുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ 2014 അവരുടെ സാംസ്കാരിക വിജയത്തിന് വൈകി കിട്ടിയ ഒരു രാഷ്ട്രീയ അംഗീകാരം എന്നുള്ള നിലക്ക് നമ്മൾ തിരിച്ചറിഞ്ഞാൽ 2015 ഒരൊറ്റ സംഭവം മാത്രമാണ് ഞാൻ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ചോദ്യമല്ല ഒരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നത്. 2015 നമ്മൾ പലപ്പോഴും ആൾക്കൂട്ടക്കൊല എന്ന് തെറ്റി വിളിക്കുന്ന, ആൾക്കൂട്ടക്കൊല അല്ല, അതൊരു ഭീകരപ്രവർത്തനമാണ്. മുഹമ്മദ് അഖ്ലാഖ് കൊല ചെയ്യപ്പെട്ടു. മുഹമ്മദ് അഖ്ലാഖ് കൊല ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആളുകൾ ഇടിച്ചു കയറി അദ്ദേഹത്തെ കൊല്ലുകയാണ്, കൊല ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഞെട്ടി, നമ്മളെല്ലാം അല്ല, ലോകം മുഴുവൻ ഞെട്ടി. നമ്മുടെ എഴുത്തുകാർ അവരുടെ പുരസ്കാരങ്ങൾ തിരിച്ചേൽപ്പിച്ചു. പത്മഭൂഷൺ ലഭിച്ചവർ അവരൊക്കെ എല്ലാം തിരിച്ചേൽപ്പിച്ചു. ലോകത്തിൻ്റെ കണ്ണ് അതുവരെ ശ്രദ്ധിക്കപ്പെടാത്ത ഇന്ത്യയിലെ ദാദ്രിയിലേക്ക് തുറന്നു വെച്ചു. അത് വലിയൊരു സംഭവമായിരുന്നു. പക്ഷേ നമ്മൾ ആ 2015 കഴിഞ്ഞതോടെ, ആ പ്രതിഷേധം ആറി തണുത്തതോടെ പിന്നെ ദാദ്രിയിലെ ജീവിതം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചില്ല. 2016 അതേക്കുറിച്ചൊരു ഫീച്ചർ ഹിന്ദു പത്രത്തിൽ വന്നത്. 1 year on ദാദ്രി ലാപ്സസ് ഇൻ ടു സൈലൻസ് എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. ഒരു കൊല്ലം കഴിഞ്ഞു ദാദ്രി ഒരു ശ്മശാന നിശബ്ദതയിലേക്ക്. എന്ന് പറഞ്ഞാൽ 2014 പരസ്പരം കൈപിടിച്ച് കുലുക്കുകയും എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുകയും ഒന്നിച്ച് ചായ കുടിക്കുകയും ചെയ്ത മനുഷ്യർ 2015 ഈ ഷോക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ അവസാനിച്ചില്ല. 2016 മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ 2014 മുമ്പുള്ള ജീവിതത്തിലേക്ക്, നോർമൽ അതിനെ വിളിക്കാമെങ്കിൽ ആ നോർമലിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ ഒരു ന്യൂ നോർമൽ എന്ന് വിളിക്കാവുന്ന ഒരവസ്ഥയാണ് ദാദ്രിയിലുള്ളത്. അതായത് നമ്മൾ വംശഹത്യയെക്കുറിച്ച് പഠിക്കും, വംശഹത്യാനന്തര സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കില്ല. നമ്മൾ വംശഹത്യയെക്കുറിച്ച് പഠിക്കും, വംശഹത്യാനന്തര പൂർവ്വ സമൂഹത്തിൻ്റെ അവസ്ഥ, അവിടെ വന്ന മാറ്റങ്ങൾ, അത് നമ്മൾ പഠിക്കില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നത്, ഒരു സമൂഹത്തിൽ ഞാൻ എന്നെ, നിങ്ങൾ നിങ്ങളെ, ചുറ്റുമുള്ള മറ്റ് സുഹൃത്തുക്കളെ, ബന്ധുക്കളെ ഒക്കെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം വളരെ എളുപ്പമാണ്. സാധാരണ നിരീക്ഷിക്കപ്പെട്ടൊരു കാര്യമുണ്ട്, വലിയൊരു കൊടുങ്കാറ്റോ വന്നിട്ട് മേൽമണ്ണ് പറന്നു പോയാൽ, 1000 കൊല്ലം കൊണ്ട് രൂപപ്പെട്ടു വന്ന മേൽമണ്ണ് പറന്നു പോകാൻ 1 മണിക്കൂർ കൊടുങ്കാറ്റ് മതിയാവും. പിന്നെ വീണ്ടും ആ മേൽമണ്ണ് ഉണ്ടായിത്തീരണമെങ്കിൽ ഒരുപാട് കൊല്ലം വേണം. അതുപോലെ മനുഷ്യർ തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും പരസ്പര വിശ്വാസവും അതൊക്കെ ഈ വംശഹത്യാകാലത്ത് പറന്നു പോകും, ഇല്ലാതാവും. പിന്നെ അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എളുപ്പമല്ല. എന്നാൽ അതിനൊരു എളുപ്പവഴിയുണ്ട്. അത് ഒരു സമൂഹം അതിൻ്റെ ജീവിതം, സാംസ്കാരിക ജീവിതം, രാഷ്ട്രീയ ജീവിതം, അതിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് ഒരു പ്രദേശത്ത് വംശഹത്യ നടക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, നടക്കുമ്പോഴുള്ള അവസ്ഥ, നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ, ഭരണകൂടങ്ങളുടെ അതിൻ്റെ ഭാഗമായ കോടതി, പോലീസ് എന്നിവരുടെ പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ വികേന്ദ്രീകൃതവും കേന്ദ്രീകൃതവുമായ മനുഷ്യബന്ധങ്ങൾ, അടിയിൽ നിന്ന് കല്ല് വെച്ച് മുകളിലോട്ട് കെട്ടിപ്പടുക്കുന്ന ബദൽ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുന്നതിൽ പ്രധാനപ്പെട്ടതായിരിക്കും. അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഓരോരുത്തർക്കും വേണ്ട സാംസ്കാരിക കഴിവ് എന്ന് പറയുന്നത്
നാം മറ്റുള്ളവരെ ഒരിക്കലും നമ്മുടെ ഫോട്ടോ കോപ്പികളായിട്ട് കരുതരുത്. ഓരോ മനുഷ്യനും ഓരോ ലോകമാണ്. അവരുടെ വൈവിധ്യങ്ങൾ അംഗീകരിക്കണം, വ്യത്യസ്തതകൾ അംഗീകരിക്കണം. നമുക്ക് നമ്മുടെ ഭാഷ ഉച്ചത്തിൽ പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ ഭാഷ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കണ്ണീരിലും ചോരയിലും പുരണ്ട പീഡിത മനുഷ്യരുടെ, പീഡിത സമുദായങ്ങളുടെ, പീഡിത ജാതികളുടെ, മർദ്ദിത മതങ്ങളുടെ വാക്കുകൾ. ആ അർത്ഥത്തിൽ ഐഡൻറ്റിറ്റി ഒരു തിയററ്റിക്കൽ പ്രശ്നമല്ല, അതൊരു ജീവിത പ്രശ്നമാണ്. ജീവിക്കണോ മരിക്കണോ എന്ന നിർണായകമായ ഒരു സന്ദർഭത്തിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഒരു 10-20 കൊല്ലമായി, 10-20 കൊല്ലമല്ല, സോണി ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഞാൻ എൻ്റെ MPhil പ്രബന്ധത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത വിഷയം, സത്യത്തിൽ വിഷയം തിരഞ്ഞെടുക്കാൻ കുറച്ച് വൈകിയിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞു ഇനി സമയമില്ല. അപ്പോൾ ഞാൻ എടുത്ത വിഷയം കാക്ക വിളിച്ചാൽ കൊക്കാകുമോ എന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ മാഷ് ചിരിക്കുകയുണ്ടായത്. ഇതെന്തൊരു വിഷയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കാക്ക എന്ന് പറയുന്നത് ഒരു പക്ഷിയല്ല, വൈലോപ്പിള്ളിയുടെ കവിതയല്ല, മറിച്ച് എൻ്റെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരാണ്. നിറത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ, പദവിയുടെ പേരിൽ ഒക്കെ പീഡിപ്പിക്കപ്പെടുകയും അകറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചൊല്ലിൽ ഞാൻ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടക്കത്തിൽ തന്നെ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ഇത് വളരെ ലളിതമാണല്ലോ കാക്ക വിളിച്ചാൽ, എന്നിട്ട് എന്തുകൊണ്ടാണ് കൊക്ക് വിളിച്ചാൽ കാക്കയാകുമോ എന്നത് തിരിച്ചിടാൻ പോലും കഴിയാത്തത്? ചെറിയ 2 വാക്കല്ലേ, എന്നിട്ട് പോലും നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഭാഷയുടെ പ്രശ്നമല്ല, ഇത് വെറും കറുത്ത നിറം എന്നൊരു പ്രശ്നമല്ല, അതൊരു പീഡിത നിറമാണ്. അത് പീഡിതമായി തീരാൻ എന്താണ് കാരണം? ഈ ഒരു അന്വേഷണമാണ്. ബ്രത്ത് പറയുന്നുണ്ട്, പീഡിതരുമായി പങ്കുവെക്കുന്ന ഐക്യം മറ്റെല്ലാ ഐക്യത്തിനും മുകളിലാണ്. ഒരുപാട് ഐക്യങ്ങൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ പീഡിതരുമായി പങ്കുവെക്കുന്ന ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യം. അതുപോലെ മർദ്ദകർ ഒരിക്കലും തോൽപ്പിക്കപ്പെടില്ല എന്ന് കരുതുന്ന മർദ്ദകർ തോൽപ്പിക്കപ്പെടുമ്പോൾ മർദ്ദിതർക്കുണ്ടാവുന്ന ആത്മാഭിമാനമാണ് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ആത്മാഭിമാനം എന്നുള്ളതിന് സാമാന്യമായിട്ട് പലതും പറയാം. പക്ഷേ ഒരു പീഡിത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവഫാസിസ്റ്റ് പശ്ചാത്തലത്തിൽ അവരുടെ ആത്മാഭിമാനമാണ് മറ്റെല്ലാ ആത്മാഭിമാനങ്ങളുടെയും ഒരു അന്തരീക്ഷം ഒരുക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ കറുപ്പിനെക്കുറിച്ച് എഴുതുമ്പോൾ അതൊരു നിറത്തെക്കുറിച്ചല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പീഡിത വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആ പീഡിത വിഭാഗത്തെക്കുറിച്ച് മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ പീഡിത വിഭാഗങ്ങളെക്കുറിച്ചുമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വിചിത്രമായൊരു വാദം എന്താണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പീഡിത വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ, ഉദാഹരണമായിട്ട് ന്യൂനപക്ഷം നേരിടുന്ന പീഡനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ലോകത്തിലെല്ലായിടത്തുമുള്ള ന്യൂനപക്ഷം നേരിടുന്ന പീഡനം തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയൊക്കെ പറഞ്ഞ ന്യൂനപക്ഷാവകാശത്തിൻ്റെ പ്രശ്നമാണ്. അതിനെ മറച്ചു വെക്കാൻ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് ഇതേ ആശയം തന്നെയാണ്. അവിടെയാണ് വലതുപക്ഷം വളരെ ആശയസമരത്തിൽ മുന്നേറിയിട്ടുണ്ട്. എന്നാൽ ജനായത്തത്തിന്, ഇടതുപക്ഷത്തിന് ആ വിധം മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ സോണിയോട് ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ സോണിയോട് പറയണ്ടായി, ഞാൻ മാത്രമല്ല, ഈ സാംസ്കാരിക പ്രവർത്തകരൊക്കെ സംസാരിക്കുമ്പോൾ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് സത്യത്തിൽ സോണിയുണ്ട്, പിന്നെ മുരളിയല്ലേ, പ്രയാഗുണ്ട്. ഈ 2 പേരും പിന്നെ ഇവിടെ സദസ്സിലുള്ളവരൊക്കെ സംസാരിക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ സമയം കൂടിയാണ് ഞാൻ മോഷ്ടിച്ചെടുക്കുന്നത്. ഇതിലും ഒരു അധികാരപ്രയോഗമുണ്ട്. അതിനെ സ്വയം പ്രതിരോധിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഒരനുഭവം കൂടി പങ്കുവച്ചിട്ട് പ്രയാഗനും സോണിക്കും മൈക്ക് വിട്ടുകൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിതാണ്, ഞങ്ങൾ ഇപ്പം സോണി വംശഹത്യയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് മണിപ്പൂരിലാണ്. അതിനു മുമ്പ് നടന്നൊരു വംശഹത്യ 2002 ഗുജറാത്ത് വംശഹത്യയുണ്ട്. അത് കഴിഞ്ഞ് 2008 കന്തമാൽ വംശഹത്യ ഒറീസയിൽ. അന്ന് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലക്ക് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഒരു 5-6 ആൾക്കാർ അവിടേക്ക് യാത്ര പോയി.
അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അവിടുത്തെ പീഡിത ജനങ്ങൾക്ക് ഐക്യം പ്രഖ്യാപിക്കാനും. അങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വളരെ ആവേശത്തോടെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര അയച്ചു. മുദ്രാവാക്യം വിളികളൊക്കെ ഉണ്ടായിരുന്നു, ആവേശകരമായിരുന്നു. അതിലൊരു മുദ്രാവാക്യം ഇതായിരുന്നു: മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. അത് ജനായത്തവാദികൾക്ക് സുപരിചിതമായ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ശരിയുമാണ്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ പ്രശ്നം എരിയുന്ന വയറിലെ തീ ആയിരുന്നില്ല. അവരുടെ പ്രശ്നം അവരുടെ മതമായിരുന്നു, അവരുടെ ഐഡൻറ്റിറ്റി ആയിരുന്നു. അവർ ക്രിസ്ത്യൻ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവരുടെ മേൽ കെട്ടിവെക്കപ്പെട്ടത്. അവർക്ക് ഭക്ഷണത്തിന് മുട്ടില്ല, അവർക്ക് അത്യാവശ്യം ബാങ്ക് ബാലൻസൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് അവരുടെ വിശ്വാസം പാലിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. അവിടെ പോയിട്ട് ഇതേ മുദ്രാവാക്യം അതേപോലെ വിളിച്ചാൽ അതൊരു കോമാളിത്തമായിട്ട് മാറും. അവിടെയാണ് ആ പീഡിതരായ മനുഷ്യർ, എന്താണ് അവരുടെ പ്രശ്നം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ക്രിസ്ത്യാനികളെ തേടിയെത്തി എന്നുള്ളൊരു പുസ്തകം ഞാൻ എഴുതി, ചിന്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3-4 പതിപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും ആളുകൾ വായിക്കുന്ന പുസ്തകമാണ്. ഞാൻ എഴുതിയതുകൊണ്ട് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതത്ര വലിയ സൈദ്ധാന്തിക അന്വേഷണമൊന്നുമല്ല. പക്ഷേ അതിൽ ആ പീഡിതരായ മനുഷ്യരുടെ ചോരയും കണ്ണീരും അവരുടെ ഗദ്ഗതങ്ങളും നെഞ്ചിടിപ്പുകളും ഉണ്ട്. അതാണ് പ്രധാനം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മാഷെ വായിച്ചവർ കേട്ടവർക്ക് ഓർമ്മയുണ്ടാവും ഈ സ്വർഗം നരകം പരലോകം എന്ന മാഷയുടെ ആദ്യകാല പുസ്തകങ്ങൾ. ഒരുപക്ഷെ അത് കഴിഞ്ഞ് മാഷ് തന്നെ സൂചിപ്പിച്ച ഈ കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം എന്നുള്ളത് സാംസ്കാരിക പഠന രംഗത്തും അതുപോലെ സാഹിത്യ പഠന രംഗത്തുമൊക്കെ പുതിയ ഒരു ദിശാബോധം നൽകുന്ന ഒന്നാണ്. പിന്നീടുള്ള പല പഠനങ്ങളും, ഇപ്പോൾ മീൻനാറ്റവും പച്ചക്കറിയുടെ ഗന്ധവും അതുപോലെ ശ്മശാനങ്ങൾക്ക് സ്മാരകങ്ങളോട് പറയാനാവാത്തത്, ഇത്തരം ടൈറ്റിലുകൾ തന്നെ മാഷ് ഗുജറാത്തിൽ പോയതിന് ശേഷം എഴുതിയ ഒരു ചെറിയ പുസ്തകമുണ്ട്, റൂട്ട്സ് കൊണ്ടോട്ടി പബ്ലിഷ് ചെയ്ത. അതുപോലെ തന്നെ മാഷ് നേരത്തെ പറഞ്ഞ ഒറീസയിലെ അനുഭവങ്ങൾക്ക് ശേഷമുള്ള പുസ്തകങ്ങളുണ്ട്. എന്നാൽ ഈ നേരത്തെ ഈ പറഞ്ഞ കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം ധാരാളം ചൊല്ലുകൾ അതിൽ മാഷ് ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പല സന്ദർഭങ്ങളിലും കുട്ടികളോട് ചോദിക്കുമ്പോൾ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ള ചൊല്ലിനെക്കുറിച്ച് ഒന്ന് പറയുമ്പോൾ രണ്ടാമതായി ചോദിക്കുമ്പോഴാണ് അങ്ങനെ കൂടി ഉണ്ടല്ലോ. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ വിഷയം എടുക്കുമ്പോൾ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, അതിലെന്താ ഇത്ര പഠിക്കാനെന്ന് ചോദിക്കും. പക്ഷേ അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയാൽ കിടക്കുമോ, അല്ലെ കൊഞ്ചൻ തുള്ളിയാൽ മുട്ടോളം പിന്നെ തുള്ളിയാൽ ചട്ടിയിൽ എന്ന് വീട്ടിൽ നിരന്തരം പെൺകുട്ടികൾ കേൾക്കുന്നതാണ്. അപ്പം ഇങ്ങനെ നിരന്തരം ചൊല്ലുകളെ പുനർവായിക്കുക, അതേപോലെ തന്നെ സാംസ്കാരിക രൂപങ്ങളെ ഈ അർത്ഥത്തിൽ വിശകലനം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ദൗത്യം എന്ന് പറയുന്നത് അതിന് വിശാലമായ ഒരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യം ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ജാതി ഹിന്ദുത്വത്തോട്, ജാതിയോടുള്ള, ജാതി വിമർശത്തോടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സമരം കൂടിയാണ് ഇത്. അത് ഇന്ന് വളരെ വിപുലമായ രീതിയിൽ മാഷുടെ തന്നെ ചെമ്മീനിലെ സംഘർഷങ്ങൾ, വേലുക്കുട്ടി അരയനെ കുറിച്ചിട്ടുള്ള പുതിയ പാഠങ്ങളൊക്കെ വായിച്ചാൽ കേട്ട പലരും ഇതിലുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വായനകൾ അത് ദൈനംദിന ജീവിതത്തിൽ മാത്രമല്ല, ഒരാളിങ്ങനെ പറയുമ്പോൾ, ഒരാളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ, ഒരാളിങ്ങനെ എഴുതുമ്പോൾ, ഒരാളിങ്ങനെ ക്ലാസ്സിൽ പറയുമ്പോൾ അത് നമ്മളിലുണ്ടാക്കുന്ന സ്പാർക്ക് ചില്ലറയല്ല. ഒരു പക്ഷേ മാഷുടെ ഫ്രാൻസിസ് ഫാനൻ എന്നൊക്കെ കേൾക്കുന്നത് ഒരു പക്ഷേ കേരളം മാഷിലൂടെ ആയിരിക്കാം എന്നുള്ളതാണ്. ഇതിനൊക്കെ തുടക്കം കുറിച്ച് ഇപ്പോൾ മാഷ് തന്നെ സൂചിപ്പിച്ച ഈ പറഞ്ഞ കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം, അത് വംശീയതയുമായി, വംശം അല്ലെങ്കിൽ റേസ് എന്നുള്ളൊരു പ്രശ്നവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ ഇന്ന് ചരിത്ര പഠനത്തിൽ, സംസ്കാര പഠനത്തിൽ, സാഹിത്യ പഠനത്തിലൊക്കെ ജാതി ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സമ്മർദ്ദമായി മാറിയിട്ടുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ, അതായത് സ്കൂൾ ക്ലാസ്സിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ട്.
പക്ഷെ അന്ന് സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച സാവിത്രിയും കാർത്തികയൊക്കെ, കാർത്തിക KP, സാവിത്രി T എന്നൊക്കെ വായിച്ച ആളുകളെ ഫേസ്ബുക്കിലേക്ക് കാണുമ്പോൾ അവർക്ക് ചില വാല് മുളച്ചതായി ഞാൻ കാണാറുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ KM മാഷെ പലപ്പോഴും പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം ജാതി വിമർശം എന്നുള്ളത് വളരെ ശക്തമായി തൻ്റെ സാംസ്കാരിക പ്രഭാഷണങ്ങളിലും സാംസ്കാരികമായ എഴുത്തുരൂപങ്ങളിലുമൊക്കെ കൊണ്ടുവന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ മാഷ് ഇന്ന് വർത്തമാനകാലത്ത് ഇതിൻ്റെ ഒരു വളർച്ചയെ, ഞാൻ പറയുന്നത് അക്കാഡമിക രംഗത്തും ഒക്കെ തന്നെ ദളിത് വൈജ്ഞാനികത വളരെ ശക്തമാണ്. ആ അർത്ഥത്തിൽ മാഷ്ക്ക് എന്ത് തോന്നുന്നു? നമ്മൾ വളരെ സംക്ഷിപ്തമായിട്ട് മാത്രം ആലോചിച്ചാൽ മതി. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ, ലോകത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സാംസ്കാരിക സമരത്തിൻ്റെ സംഗ്രഹം എന്താണ്? ഒറ്റ വാചകത്തിൽ ഒതുക്കി പറഞ്ഞാൽ ആരും മുകളിലല്ല, ആരും താഴെയുമല്ല, ഒപ്പത്തിനൊപ്പം. ഇതാണ് തത്വം. ഈ തത്വത്തെ തകർക്കുന്ന ഒരു തരത്തിലുള്ള മോളിക്കുലർ മാനിപ്പുലേഷൻ എന്ന് പറയാം നിർവഹിക്കുന്ന ലോകത്തിലൊരിടത്തുമില്ലാത്ത ഒരു ഇന്ത്യൻ അപൂർവതയാണ് ജാതി മേൽക്കോയ്മ. നമ്മൾ ജാതി വ്യവസ്ഥ എന്ന പ്രയോഗം പോലും സത്യത്തിൽ സൂക്ഷ്മമല്ല. നമ്മൾ ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആളുകളെല്ലാം പറയുക താഴെ പുലയരുണ്ട്, പുലയരിൽ തന്നെ പല വിഭാഗക്കാരുണ്ട്, അവർ തമ്മിൽ ഐക്യമുണ്ട്, കുറിച്യർക്കും അതുപോലെ പണിയർക്കും ഇടയിൽ ഐക്യമുണ്ട്. ഇങ്ങനെ ഒരു ജാതിയും അത്ര മെച്ചമൊന്നുമല്ല, എല്ലാവരും ഈ ഒരു കുളിമുറിയിൽ ഒരുപോലെ നഗ്നരാണ്. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ജാതി വ്യവസ്ഥ എന്ന ഒഴുക്കൻ അരാഷ്ട്രീയ പ്രയോഗത്തിൽ നിന്നാണ്. പകരം ജാതി മേൽക്കോയ്മ വ്യവസ്ഥ എന്നതാണ്. ജാതി മേൽക്കോയ്മ വ്യവസ്ഥ സത്യത്തിൽ ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ തന്നെ ഒരു സൗകര്യത്തിന് വേണ്ടി താഴ്ന്ന ജാതിക്കാർ, ആ താഴ്ന്ന ജാതിക്കാരുടെ ഉയർച്ച സാധ്യമാക്കി ഇന്നയാൾ, അങ്ങനെ ഒരു താഴ്ന്ന ജാതി ഇല്ലല്ലോ, അങ്ങനെ ഒരു ഉയർന്ന ജാതി ഇല്ലല്ലോ. ഉയർന്നവർ എന്ന് സ്വയം തെറ്റിദ്ധരിക്കുന്ന, താഴ്ന്നവർ എന്ന് തെറ്റിദ്ധരിക്കുന്ന വിഭാഗങ്ങളാണ്. ഈ തെറ്റിദ്ധാരണ രൂപപ്പെടുത്തിയെടുക്കുന്നത് പ്രത്യയശാസ്ത്രമാണ്. അതാണ് ജാതി മേൽക്കോയ്മ പ്രത്യയശാസ്ത്രം. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ബ്രാഹ്മണിക് പ്രത്യയശാസ്ത്രം. ഈ കാര്യത്തെക്കുറിച്ച്, അതുകൊണ്ട് ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു ഇടതുപക്ഷക്കാരൻ്റെ മേശപ്പുറത്ത് 2 പുസ്തകം വെക്കാനേ സാധ്യതയുള്ളൂ എങ്കിൽ അതിലൊന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണെങ്കിൽ, ആ മാനിഫെസ്റ്റോ ശരിക്കും മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് അംബേദ്കറുടെ ജാതി നിർമൂലനം എന്ന പുസ്തകം അനിവാര്യമായും വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്സിസ്റ്റുകാർക്ക് ഇന്ത്യൻ ജീവിതം മനസ്സിലാവില്ല. അത്രയും പറഞ്ഞാൽ മതിയല്ലോ, അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇത് വളരെ വിശദീകരിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ പഠിക്കും. ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുമ്പോൾ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ആകത്തുക എന്തെന്ന് ചോദിച്ചാൽ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഏത് മതവും ആവാം, ഒരു മതവും ആവാതിരിക്കാം. പക്ഷേ ഗുരു അമർത്തി പറഞ്ഞൊരു കാര്യം ജാതി പാടില്ല എന്നുള്ളതാണ്. ഇന്ന ജാതി ആവാമെന്നല്ല, ഒരു ജാതിയും പാടില്ല. മതത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, എല്ലാ മതങ്ങളിലും മഹത്തായ തത്വങ്ങളുണ്ട്, അസംബന്ധങ്ങളും ഉണ്ട്. ജാതിയെക്കുറിച്ച് അതിലെന്തെങ്കിലും മഹത്വമുണ്ട്, അതിനെ ഒന്ന് തുടച്ചു നീക്കി നന്നാക്കി എടുക്കാൻ പറ്റും, അങ്ങനെയൊരു കാഴ്ചപ്പാട് ആരും മുന്നോട്ട് വച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ മൗലികമായുള്ള പരിമിതി നമ്മൾ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളെയും ഒന്നായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അതൊന്നല്ല, അത് രണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ചെറിയ അപവാദം കേരളത്തിലാണ്. കേരളത്തിലെ യോഗക്ഷേമ സഭ 1908 അത് രൂപം കൊള്ളുന്നത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലം വളരെയേറെ വിവരിക്കാവുന്നതാണ്. സത്യത്തിൽ വളരെ ചെറിയ അജണ്ട വെച്ച് രൂപം കൊള്ളുകയും എന്നാൽ അതിനപ്പുറം എല്ലാ അജണ്ടകളും പൊളിച്ച് വളരെ വികസിക്കുകയും ചെയ്ത, ഒരുപക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു സവർണ സമുദായ പരിഷ്കരണ പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. ബാക്കിയെല്ലാം സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അതാത് സമുദായങ്ങളിലെ ചില ചെറിയ പ്രശ്നങ്ങളാണ് അവരുടെ അജണ്ട. അപ്പോൾ ജാതി, സഹോദരയ്യപ്പൻ ജാതി രാക്ഷസ ദഹനയാത നടത്തി. സോണിയൊക്കെ പറഞ്ഞു നമ്മളിപ്പം ജാതിവാൽ ദഹന ഉത്സവം, അത് ഞാൻ മുമ്പ് എഴുതിയൊരു സാധനമാണ്. അതൊരു വെറും പ്രബന്ധമല്ല,
അതിൻ്റെ പശ്ചാത്തലത്തിൽ പല സുഹൃത്തുക്കളും എന്നോട് വിളിച്ചു പറയുണ്ടായി, ഞങ്ങളിങ്ങനെ ചെറിയൊരു കൂട്ടത്തിലാണെങ്കിലും ജാതിവാൽ ദഹന ഉത്സവം നടത്തി. അപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ചു ജാതിവാൽ ദഹന മഹോത്സവം. കാരണം കുറേ കൂടി കേന്ദ്രീകൃതമായിട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് 4-5 ആളുകൾ ഒന്നിച്ച് ചേർന്ന് ജാതിവാലിന് തീ കൊടുത്ത് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പാട്ട് കേട്ട് ഡാൻസൊക്കെ ചെയ്ത് പിരിയുന്നതിന് പകരം അത് വികേന്ദ്രീകൃതം. നമ്മൾ പലതരം ക്രിസ്മസ്, ഓണം, അതുപോലെ ബക്രീദ്, റിപ്പബ്ലിക് ഡേ, ഇങ്ങനെ വ്യത്യസ്ത ഡയമെൻഷനിലുള്ള ഉത്സവങ്ങളുണ്ടല്ലോ. ആ ഉത്സവങ്ങളോടൊപ്പം ബദൽ സമരം എന്ന അർത്ഥത്തിലുള്ള പുതിയ ഉത്സവങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു ഉത്സവമാണ് ജാതിവാൽ ദഹന മഹോത്സവം. ഈ ക്യാമ്പസിൽ വെച്ചാണ് ഈ ഫെസ്റ്റിവൽ, ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ലിറ്റററി ഫെസ്റ്റിവലിനോട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെങ്കിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ചില ബദലുകളുണ്ട്. ആ ബദലുകളിൽ ഒന്നാണ് ജാതിവാൽ ദഹന മഹോത്സവം. സാർത്ര യാങ് പോൾ ഫാനിൻ്റെ പുസ്തകത്തിന് റച്ചഡ് ഓഫ് ദി എർത്ത് എന്ന ഫ്രാൻസിസ് ഫാനിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ സാർത്ത് ചോദിക്കുന്നുണ്ട്, ഈ പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും നിങ്ങളോട് ചോദിക്കുകയാണ്, നല്ല ഭക്ഷണം, നല്ല അന്തരീക്ഷം, AC കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നടക്കുന്ന സംവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മിനിമം ജാതിവാൽ ദഹന മഹോത്സവം ഈ ക്യാമ്പസിൽ വെച്ച് നിങ്ങൾ സംഘടിപ്പിക്കുമോ? നിങ്ങൾക്കതിന് ധൈര്യമുണ്ടോ? സമീപകാലത്തായിട്ട് വളരെ ശക്തമായി തന്നെ മാഷ് ഇത് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ മാഷ് അടുത്ത ഒരു ഘട്ടം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഈ അടുത്ത കാലത്തായി നമ്മൾ കേരളത്തിലും അതെ, ഇപ്പോൾ ഭരണഘടനാ ധാർമ്മികത എന്ന ഒരാശയം മുൻനിർത്തി വളരെ ശക്തമായ ആശയപ്രചരണം നടത്തേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്ത്, ഒറീസ, മണിപ്പൂർ തുടങ്ങിയ, അതേപോലെ പൗരത്വ ഭേദഗതി നിയമം ആയ സന്ദർഭങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് ജാതി ഉന്മൂലനം എന്ന കൃതി നമ്മൾ മേശപ്പുറത്ത് വെക്കണം, അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖം എല്ലാ സ്ഥാപനങ്ങളും വീടുകളും എല്ലാ ഇടങ്ങളിലും വെക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ഭരണഘടനാ ധാർമ്മികതയുടെ ആശയപ്രചാരണം എന്നുള്ള അർത്ഥത്തിലേക്ക് പലപ്പോഴും നമ്മളെ സാംസ്കാരിക പ്രവർത്തനം വളരേണ്ടതിൻ്റെ ആവശ്യമല്ലേ മാഷിപ്പോൾ ഈ അടുത്ത കാലത്തായി ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാം. ഈ സോണിയെല്ലാം വളരെ സൈദ്ധാന്തികമായിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് കടക്കുന്നതിന് പകരം കണ്ണൂർ ജില്ലയിലൊരു അനുഭവം, കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ സമീപകാലത്ത് എനിക്കുണ്ടായ വലിയൊരു ആഹ്ലാദം ഞാൻ പങ്കുവെക്കാം. അത് ഈ സാംസ്കാരിക സമരത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഒരു വിവാഹം, ആ വിവാഹത്തിൻ്റെ കാർമ്മിയായിട്ട് എന്നെയാണ് അവർ. ഞാൻ കോഴിക്കോട് നിന്നും കുറച്ച് ദൂരെയാണ്, ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചിലവ് കൂടിയ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒഴിച്ചു വിട്, കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തകരെ വിളിച്ചാൽ പോരെ. അപ്പോൾ അവർ പറഞ്ഞു, അത് പോരാ, ഗെയ്യം തന്നെ വരണം, എക്സ്പെൻസ് ഒന്നും പ്രശ്നമല്ല. സംഭവം ഇതായിരുന്നു, ഒരു വിവാഹത്തിൽ ഞാൻ കാർമ്മിയാവില്ല എന്നുള്ളത് എൻ്റെ ഒരു നിലപാടാണ്. അതായത് വിവാഹത്തിൽ കാർമ്മിയാവും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മതരഹിതമായ വിവാഹങ്ങൾ, വ്യത്യസ്ത മതത്തിലും ജാതിയിലുമൊക്കെ പെട്ട ആളുകൾ വലിയ സമരമൊക്കെ നടത്തുന്ന വിവാഹം, അതിൽ സത്യത്തിൽ പങ്കെടുക്കാവുന്നതാണ്. പക്ഷെ അതിലും കാർമ്മിയായിട്ട് പങ്കെടുക്കില്ല എന്നുള്ളത് പല കാരണങ്ങളാലുള്ള എൻ്റെ ഒരു തീരുമാനമാണ്. അത് ഈ അടുത്ത കാലത്ത് ഞാൻ തെറ്റിച്ചത്, അതിനിയും ഞാൻ തുടർന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കും. അത് തളിപ്പറമ്പിലായിരുന്നു. തളിപ്പറമ്പിൽ കുറച്ച് ഉള്ളോട്ട് പോകണം. അവിടെ എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ഏർപ്പാട്? അപ്പോൾ ഈ സോണി പറഞ്ഞ കാര്യമാണ്, ഭരണഘടനയുടെ ആമുഖം കൈമാറിക്കൊണ്ടുള്ളൊരു കല്യാണമാണ്. ഭരണഘടനയുടെ ആമുഖം ആദ്യമായിട്ട് വായിക്കും, വരനും വധുവും വായിച്ചു കൊടുക്കും, എല്ലാവരും ഏറ്റുകൊല്ലും. നമ്മൾ ഭരണഘടനയുടെ ആമുഖം വരനും കൊടുക്കും, വധുവിനും കൊടുക്കും, വരൻ വധുവിനും കൊടുക്കും, വധു വരനും കൊടുക്കും. അങ്ങനെ ഭരണഘടനയുടെ ആമുഖം ഒരു പ്രക്ഷോഭത്തിൻ്റെ അടയാളമായിട്ട് മാറി, വിവാഹത്തിൽ മാറി. അതുപോലെ തിരൂർ മലയാളം സർവകലാശാല, അവിടെ യൂണിയൻ ഉദ്ഘാടനം,
അവിടെയും ഞാൻ പോയിരുന്നു. അവിടെയും ഭരണഘടനയുടെ ആമുഖം കൈമാറിക്കൊണ്ടാണ് ഈ പറഞ്ഞ ഉദ്ഘാടനം നടന്നത്. പെട്ടെന്ന് ഈ ഭരണഘടനയുടെ ആമുഖത്തിന് ഇത്രയേറെ പ്രാധാന്യം വരാൻ എന്താണ് കാരണം? അത് നേരത്തെ ഉണ്ടല്ലോ, നമ്മളും ഇവിടെ നേരത്തെ ഉണ്ടല്ലോ. എന്തേ നമ്മൾ പരസ്പരം കണ്ടുമുട്ടാതിരുന്നത്? നമുക്കിടയിൽ ജാതി മേൽക്കോയ്മയും അതുപോലെ തന്നെ ഫ്യൂഡൽ വേസ്റ്റുകളും ഒക്കെ സൃഷ്ടിച്ച ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇപ്പം നമ്മളത് അനിവാര്യമായിട്ടും നമ്മൾ കാണാൻ, നമ്മുടെ കണ്ണ് തുറക്കാൻ ഇടയാക്കിയത് എന്താണ്? അത് പീഡിതരായ മനുഷ്യരുടെ നിലവിളിയും അവിടെ വെട്ടേറ്റ് അവരുടെ ശരീരത്തിൽ നിന്ന് ചോര തെറിക്കുന്നതും അത് കാണാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ അതിനെ പ്രതിരോധിക്കാൻ നിയമപരമായി നമ്മുടെ മുമ്പിലുള്ള, അത് പ്രതിരോധത്തിൻ്റെ മുഴുവൻ മാർഗമല്ല, പ്രതിരോധത്തിൻ്റെ നിരവധി വഴികളിൽ ഒന്ന്, അതിന് സഹായകമാണ്. അതിനെ സഹായകമാക്കി തീർക്കണം. നമ്മൾ ഇന്ത്യക്കാർ എന്ന അനാർഭാടമായ ലളിതമായ ഒരു വാക്യം രൂപപ്പെട്ടു വന്നത് വളരെ ക്ലേശകരമായ നിരവധി സമരത്തിൻ്റെ പേരിലാണ്. ഒരത്ഭുതകരമായ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ച നാടാണ് നമ്മുടേത്. പക്ഷേ ആ നാക്കാലിയെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന തന്നെ അതിനൊരു തൊഴുത്ത് കെട്ടിക്കൊടുത്തു. ഭരണഘടനക്കകത്ത് പന്നിക്കില്ലാത്ത, പൂച്ചക്കില്ലാത്ത പ്രത്യേകമായ ഒരു മഹത്വം ഇന്ത്യൻ ഭരണഘടനയിൽ ആ പശുവിന് ലഭിക്കുകയുണ്ടായി. അത് കാണിക്കുന്ന പരാക്രമങ്ങൾ, വളരെ സൗമ്യമായൊരു ജന്തു ഭീകര ജന്തുവായി മാറി. നരിയെ പേടിയില്ലാത്ത, പുലിയെ പേടിയില്ലാത്ത മനുഷ്യർ പോലും ഇന്നതിനെ പേടിക്കുന്ന അവസ്ഥ വന്നു. എന്നിട്ടും നമ്മൾ ജീവിതം മനസ്സിലാക്കാൻ, ഇന്ത്യൻ ജീവിതം മനസ്സിലാക്കാൻ മടിക്കുകയാണ് എന്നുള്ളത് ഈ കാലത്തെ ഒരു കോമഡിയായി ഞാൻ കാണുകയില്ല. കാരണം മികച്ച കോമഡികളിലും വ്യവസ്ഥക്കെതിരെയുള്ള കലാപമുണ്ട് എന്നുള്ളതിനാൽ. നമുക്ക് ഇനി ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ കേരളത്തിലെ തെരുവുകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച കവിത നമുക്ക് വീണ്ടും അതിൻ്റെ അവസാന വരി, അവസാനം അവർ നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ സന്ദർഭങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയായിരിക്കാം നമ്മൾ നിരന്തരം സംസാരിക്കുന്നത്, എഴുതുന്നത്, ഇടപെടുന്നത്. ഒരു വിവാഹത്തിൽ എന്തിനാണ് ഭരണഘടനയുടെ ആമുഖം കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മളെ വീടുകളിലേക്ക് വരുമ്പോൾ ഈ വീടിൻ്റെ ഐശ്വര്യം ഇന്നതാണ് എന്ന് എഴുതി വയ്ക്കുന്ന പല വീടുകളും കാണാം. നമ്മുടെ വീടിൻ്റെ യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം ഭരണഘടനയുടെ ആമുഖം തന്നെയാണ്. പല വീടുകളും മാറിയത് അതുകൊണ്ടാണ്. സംവരണം പാലിച്ചതുകൊണ്ട് മാത്രം വീടുകൾ മാറിയ എത്രയോ വീടുകൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഉണ്ട്. ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ എത്രയോ കാലം മുൻപ് തന്നെ തിരിച്ചറിഞ്ഞ ഒരാളുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇത്രയും നേരം നമ്മൾ നടത്തിയത്. തീർച്ചയായും നിങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. കുറച്ച് സമയം നിങ്ങൾക്ക് ആർക്കെങ്കിലും മാഷോട് എന്തെങ്കിലും ചോദിക്കാൻ? ഈ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ സെക്കുലറിസം ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് വീട്ടിൻ്റെ മുമ്പിൽ പറ്റുമെങ്കിൽ തൂക്കിയിടാവുന്നതാണ്. എനിക്കൊന്ന് 2017 ഞാൻ പെട്ടെന്ന് പറയാം. 2017 ഞാൻ മാഷിനെ, ഞാൻ +2 പഠിക്കുകയാണ്. പിന്നെ അൽജാമിയയിലെ ലൈബ്രറിയിൽ വെച്ചിട്ട് എനിക്ക് കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം തരുന്നത്. അപ്പോൾ അവിടുന്ന് എപ്പോഴും പറയും KN പെരിന്തൽമണ്ണയിൽ ഒരു മതസ്ഥാപനത്തിൽ പഠിക്കണേ, അവിടെ KN വായിച്ചാൽ ഇൻ്റലക്ച്വൽ ആവുള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മളെ മാഷന്മാരൻ എന്ത് ചെയ്യും, അപ്പോൾ കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം ഞാൻ വായിക്കുന്നത് പിന്നെ പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോടേക്ക് KSRTCയിൽ വെച്ചിട്ടാണ്. എനിക്കിപ്പോൾ 24 വയസ്സായി. ഈ 8 വർഷത്തിൽ ഞാൻ പിന്നെ പേസ്റ്റ് ഉപയോഗിച്ചില്ല പല്ലേക്കുമ്പോൾ. അത് സേർ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റാണ് കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം പിന്നെ വായിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണത്. പിന്നെ എനിക്കൊന്ന് ആ സമയത്ത് തന്നെ ഞാൻ ഇരകളുടെ മാനിഫെസ്റ്റോ, അതുപോലെ എന്നിട്ട് അവർ ക്രിസ്ത്യാനികളെ തേടിയെത്തി എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് കേരളത്തിൽ ഒരു ഇടതുപക്ഷ സാംസ്കാരിക മേഖലയിൽ അയിത്തം കൽപ്പിക്കാത്ത, ഒപ്രസ്ഡ് ക്ലാസ്സുമായിട്ട് അയിത്തം കൽപ്പിക്കാത്ത ഒരു ചിന്തകം കൂടിയാണ് ഗെയ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, മാതൃഭൂമിയിൽ ത്വാഹ മാടായിട്ട് വന്നൊരു ഇൻ്റർവ്യൂ, KN സലാം മടക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആസിഫയുടെ വിഷയത്തിന് ശേഷം കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ. അതിന് തന്നെ മറുപടിയായിട്ട് ഹമീദ് ചേന്നമംഗലൂരിൻ്റെ ഒരു സാധനവും മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. നല്ല രസമുള്ള ടൈറ്റിലാണ്. എനിക്ക് ആ ലേഖനത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ, കവിതാമതക്കാര ഗോഡ്സെ എഴുതിയ കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ട്.
അപ്പോൾ എനിക്ക് 16-17 വയസ്സിലൊന്നും മമ്മൂട്ടി മോഹൻലാലൊന്നും അല്ലായിരുന്നു. ഇത് സീരിയസ്ലി ഞാൻ സാർ ഇരിക്കൊണ്ട് പറയല്ല. അവിടെ നിന്നാണ് എനിക്ക് മാർക്സിസത്തോട് വിയോജിപ്പൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊരു സാംസ്കാരികമായിട്ടുള്ളൊരു ഉണർവ് നമ്മൾ എഴുതുമ്പോൾ ഭയങ്കര പോയറ്റിക് അല്ലേ. ഇപ്പോൾ പോക്കർ മാഷിൻ്റെ ഒക്കെ എനിക്ക് ആധുനികോത്തര കേരളം ഒന്നും വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഞാൻ മൂലയ്ക്ക് വെച്ചേക്കുക. പക്ഷേ മാഷിനെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസം. നമ്മൾ ദരീദയെ കേട്ടത്, ഗ്രാംഷിയെ കേട്ടതൊക്കെ ഞാൻ മാഷിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കാസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ മാർക്സിസത്തിൻ്റെ ഒരു, നേരത്തെ മാഷ സൂചിപ്പിച്ചു, നമ്മൾ മാർക്സിന് വെക്കുമ്പോൾ തന്നെ അംബേദ്കറിനും വെച്ചാലേ അത് മാഷൊരു സൂചന തന്നു, എന്നാലേ ഇന്ത്യൻ മാർക്സിസം പൂർണ്ണമാവുള്ളൂ എന്നുള്ളൊരു സൂചന മാത്രമാണ്. ഇന്ത്യൻ മാർക്സിസത്തിൻ്റെ ഒരു കാസ്റ്റ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ, ക്ലാസ് സ്ട്രഗിളിന് അപ്പുറത്തുള്ളൊരു സാധനം അവിടെ കാസ്റ്റായിട്ട് നിലനിൽക്കുമ്പോൾ എന്താണ് ഇന്ത്യൻ മാർക്സിസത്തിൻ്റെ ഫ്യൂച്ചറായിട്ട് കാണുന്നത്? ഇതിൽ മാസത്തെക്കുറിച്ചുള്ള ഒരു മൗലികമായുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ക്ലാസ് മാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക സമ്പർക്കമാണ്. കാരണം ഫ്യൂഡൽ അവസ്ഥയിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു സാമൂഹ്യ വിഭാഗത്തെയാണ് ക്ലാസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേസമയം ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മുതലാളിത്ത സാമൂഹ്യ ഘടനക്കകത്ത്, സമ്പദ്ഘടനക്കകത്ത് രൂപപ്പെട്ടു വന്ന ഒന്നല്ല. അത് ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന ഒന്നാണ്. അതായത് ഒരു സമൂഹം എന്നു മുതൽ വർഗവിഭജിതമായി തീർന്നുവോ അന്നു മുതൽ, അതായത് വർഗവിഭജിതം എന്ന് പറയുമ്പോൾ അടിമയോ ഉടമയോ ഒക്കെ ആയിട്ട് മാറുന്ന കാലം മുതൽ, മാവോസെത്തുങ്ങിൻ്റെ ഒരു മെറ്റഫർ രൂപം കടമെടുത്താൽ എപ്പോൾ കാറ്റുണ്ടോ അപ്പോൾ ഇലകൾ ഇളകിക്കൊണ്ടിരിക്കും. അതുപോലെ ശ്വസിക്കുന്നത് മുതൽ സ്വപ്നം കാണുന്നത് മുതൽ ജീവിതത്തെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങളും ക്ലാസ് സ്ട്രഗിൾ എന്ന സമ്പർക്കത്തിൽപ്പെടും. അതുകൊണ്ട് ഇന്ത്യൻ ജാതി ക്ലാസ് സ്ട്രഗിളിൻ്റെ പുറത്തല്ല, അത് ക്ലാസ് സ്ട്രഗിളിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്ത്യൻ ജാതി സ്വയം ഒരു ക്ലാസ് അല്ല. അതേക്കുറിച്ച് അംബേദ്കറുടെയൊക്കെ നിരീക്ഷണങ്ങളുണ്ട്. അടഞ്ഞ വർഗമാണ് ജാതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് അതിൻ്റേതായുള്ള പ്രസക്തിയുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ക്ലാസ് സ്ട്രഗിൾ എന്ന വളരെ വിപുലമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ ജീവിതത്തിൻ്റെ വഴിമുടക്കുന്ന, വീണ്ടും അംബേദ്കറുടെ ഒരു വാക്കം കടമെടുത്താൽ, നമ്മുടെ പാത തടയുന്ന ഏറ്റവും വലിയ ഭീകരതയായിട്ട് ജാതി നിലനിൽക്കുന്നുണ്ട്. അതിനെ മാറ്റാതെ സാമുദായിക പരിഷ്കരണമോ സാമ്പത്തിക പുരോഗതിയോ ുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ജീവിതത്തെക്കുറിച്ചുള്ള മാർക്സിസ്റ്റ് അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ PMS ഒക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ പറയുന്നുണ്ട്, യൂറോപ്പിലെ പോലെ അടിമകളും ഉടമകളും ആയിട്ടല്ല ഇന്ത്യൻ സമൂഹം വിഭജിക്കപ്പെട്ടത്, മറിച്ച് ദ്വിജരും ശൂദ്രരുമായിട്ടാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ വർഗ്ഗസമൂഹം രൂപപ്പെട്ടു വരുന്നത്, ദ്വിജരും ശൂദ്രരുമായിട്ട്. വേറൊരു പ്രത്യേകത കൂടി അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യൂറോപ്പിലൊക്കെ ഈ അടിമകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അടിമകളെ അവിടുത്തെ ഭരണകൂടം രണ്ടാം തരം മനുഷ്യരായി കാണുമ്പോൾ അവിടുത്തെ മതം അവരെ ആ വിധം കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഭരണകൂടവും ഇവിടുത്തെ പ്രബല മതവും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ രണ്ടാം തരം തന്നെയായിട്ടാണ് കണ്ടത്. മ്ലേച്ഛർ, സത്യത്തിൽ ഇന്ത്യ വിഭജനം സാംസ്കാരികമായിട്ട് ആദ്യം നടക്കുന്നത് ആര്യസ്ഥാൻ, മ്ലേച്ഛസ്ഥാൻ. വലിയ ഭൂരിപക്ഷം വരുന്ന ഒരു ജനത മ്ലേച്ഛറായിട്ട് മുദ്രയാർത്തപ്പെടുകയും അതിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകുകയും അതിൻ്റെ തെളിവാണ് സത്യത്തിൽ, അതിനോടുള്ള എതിരിടലാണ് സത്യത്തിൽ അംബേദ്കർ നടത്തിയിട്ടുള്ള 1927 ഡിസംബർ 25 മനുസ്മൃതി ദഹനം. അംബേദ്കർ പുസ്തകങ്ങൾ അഗാധമായി സ്നേഹിച്ച ഒരാളാണ്. ഒരു പുസ്തകവും കത്തിക്കാൻ പാടില്ല. മനുസ്മൃതി പക്ഷേ ഒരു പുസ്തകമല്ല, അത് അധികാര സംഹിതയാണ്. ഇന്ത്യൻ അധസ്ഥിതരെ എപ്രകാരം അടിച്ചമർത്തണം എന്ന് നിർദ്ദേശിക്കുന്ന അധികാര സംഹിതയാണ്. അത് ചുട്ടുകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുമായിരുന്നില്ല. മനുസ്മൃതിയുടെ ചാരത്തിൽ നിന്നാണ്, അതിനിയും കത്തി തീർന്നിട്ടില്ല, അത്ര എളുപ്പം കത്തി തീരുകയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ക്ലാസ് സ്ട്രഗിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജാതിക്കെതിരായ സമരങ്ങളും കൂടുതൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നത്. ജനായത്തവാദികൾ ഇന്ത്യയിൽ പല സ്ഥലത്തും അത്തരം സമരം നടത്തുന്നുണ്ട്. ഈ സമരത്തിൻ്റെ ഒരു പ്രശ്നം, ഇത് പ്രത്യക്ഷമാകുമ്പോഴാണ് നമ്മളതേക്കുറിച്ച് അത് കാണുക. പക്ഷേ കേരളത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് പ്രത്യക്ഷമുള്ള സ്ഥലങ്ങളുമുണ്ട്. ഇപ്പം കേരളത്തിലൊക്കെ എത്ര കോളനികളുണ്ട്. കേരളത്തിൽ വലിയ സാമൂഹ്യ അഭിവൃദ്ധി ഉണ്ടായി. എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും ഏറെക്കുറെ ആനുപാതികമായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ഗുണങ്ങൾ ഏറ്റക്കുറച്ചിലൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നും കേരളത്തിലെ
എത്രയോ ആയിരക്കണക്കിന് കോളനികൾ, അവിടുത്തെ മനുഷ്യരുടെ ജീവിതം, അവരുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലേക്ക് ഇന്നും മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർ പോകാതിരിക്കുന്നത്, ഇതൊക്കെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ആവിധം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലാണ്. അത് വിപുലമായ അർത്ഥത്തിൽ ക്ലാസ്റ്ററുകളുടെ ഭാഗമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മാഷേ, ഈ ഗ്രാംഷിയൊക്കെ പറയുന്ന പോലെ നമ്മൾ 100 വർഷം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു വർഗ മുന്നേറ്റത്തെ കേവലം ഒരു നിമിഷത്തെ സാംസ്കാരികമായ ഒരു പ്രവർത്തനം കൊണ്ട് അട്ടിമറിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യക്കകത്ത് ഇപ്പോൾ ഒരു മതപരമായ ചില സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴും ഭൂരിപക്ഷം വരുന്ന ആളുകളെ സാംസ്കാരികമായി, അതായത് ദേശീയതയെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പക്ഷം ഒരു ഹെജുമണി സൃഷ്ടിച്ചു, ഒരു കൾച്ചറൽ ഹെജുമണി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പത്താൻകോട്ടിൽ ഭീകരാക്രമണം ഉണ്ടാകുന്ന സമയത്ത് ആ ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കുന്ന ഇന്ത്യൻ സൈന്യം, ഈ സൈന്യം അതായത് ഒരു കലാപം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഭരണരംഗത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അതിർത്തിയിൽ യുദ്ധം ഉണ്ടാകുന്നത് സാധാരണയാണെന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മൾ നിരവധിയായി ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഇതും ഒരു സാംസ്കാരികമായി, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ദേശീയതയെ ഉപയോഗിച്ചുകൊണ്ട്, ടാഗോറൊക്കെ പറയുന്ന പോലെ ദേശീയത ഒരു രോഗമാണെന്ന് പറയുന്ന പോലെ ഉപയോഗിക്കുന്നില്ലേ? അതുപോലെ അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ടാറ്റയെ പോലുള്ള ആളുകൾ മരണപ്പെടുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, ഈ ടാറ്റയുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിരവധിയായ ആളുകൾക്ക് തങ്ങളുടെ ജീവനും ജീവിതവും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അതിൻ്റെ ഇപ്പോൾ കലിംഗ നഗറിലൊക്കെ ഉണ്ടായിട്ടുള്ള പോലീസ് വെടിവെപ്പ്, ഏകദേശം 25ഓളം ആദിവാസികൾ മരണപ്പെടുന്നു ടാറ്റയ്ക്ക് ഒരു സ്റ്റീൽ ഫാക്ടറി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാനാകാത്ത രീതിയിൽ നമ്മുടെ സാംസ്കാരിക മേഖല മാറുന്നു, നമ്മുടെ സാഹിത്യ മേഖല മാറുന്നു. ബാബറി മസ്ജിദ് പൊളിക്കുമ്പോഴും ബാബറി മസ്ജിദിന് മുകളിലൂടെ പറക്കുന്ന പക്ഷിയെപ്പറ്റി കവിത എഴുതുന്നു. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഇത്തരത്തിൽ സാഹിത്യത്തിലും സംസ്കാരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത്? അതിനൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടതുപക്ഷ ധാരയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇപ്പോൾ ഞാൻ മാഷിയുടെ വീട്ടിൽ ഒരു സമയത്ത് ഞാൻ ഫറൂഖുകാരനാണ്. ഫറൂഖിലൊരു സമയത്ത് മാഷിയുടെ വീട്ടിൽ ഈ പരിസ്ഥിതി ദിനത്തിന് ചെടി നടാൻ എല്ലാ പ്രാവശ്യവും മാഷ വീട്ടിലാണ് പോകും. അപ്പോൾ മാഷ് പറഞ്ഞ്, നിങ്ങൾ നട്ട ചെടി ഉണ്ടെങ്കിൽ ഇപ്പോൾ കേരളം ഒരു കാടായിട്ടുണ്ടാവും എന്ന് മാഷൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പാളിപ്പോകുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പറ്റുക? നിരവധി പ്രസക്തമായ ചോദ്യങ്ങൾ സമയത്തിൻ്റെ കൂടി പരിമിതി പരിഗണിച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തിരിക്കുകയാണ്. അതിനോട് വിശദമായി തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. പക്ഷേ അടുത്ത സെഷൻ ആരംഭിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ ഇതുവരെ നടന്ന സംവാദങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പ്രയാഗിനും സംസാരിക്കണം. അതുകൊണ്ട് ഫറൂഖിൽ വെച്ച് കാണുമ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നാട്ടിൽ വരുമ്പോൾ വീട്ടിൽ വരണം, അപ്പോൾ നമുക്ക് സംസാരിക്കാം. അല്ലാതെ സമയം കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇതേക്കുറിച്ച് തുടങ്ങി, ഇതിൽ ദേശീയതയെക്കുറിച്ചുണ്ട്, എല്ലാറ്റിനെക്കുറിച്ചുമുണ്ട്. എല്ലാ മർമ്മ സ്ഥാനങ്ങളിലാണ് സ്പർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യം തുടർന്നുള്ള നമ്മുടെ അന്വേഷണങ്ങൾക്കുള്ള ഒരു ഊർജം പകരട്ടെ. അതിനോട് ഈ സെഷൻ സമാപിച്ചുകൊണ്ടുള്ള സംഗ്രഹത്തിൽ കുറച്ച് കാര്യങ്ങൾ പ്രയാഗ് പറയും. വളരെ മികച്ച രീതിയിലുള്ള നമ്മുടെ രണ്ടുപേരുടെയും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ സത്യം പറഞ്ഞ ഒരു അപൂർണമായൊരു സെഷനായി നമുക്ക് പറയാം. ഈ ഒരു നിശ്ചിതമായ ചുരുക്കമായ ഈ സമയം കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങളല്ല സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന, രാജ്യത്തെ നമ്മളനുഭവിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ വിവേചനങ്ങളായാലും മത തീവ്രവാദങ്ങളായാലും ഒക്കെ ചെറിയൊരു സമയം കൊണ്ട് പറഞ്ഞു പോകേണ്ട വിഷയമല്ല എന്നറിയാം. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ സംസാരിക്കുമ്പോൾ സാറിനോട് സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു ക്യാമ്പസുകളിലെ അരാഷ്ട്രീയവാദം. അപ്പോൾ ഈ ഒരു സമയം അതിക്രമിച്ചത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. ഇപ്പോൾ ഞാനും ഒരു കോളേജിലെ വിദ്യാർത്ഥിയാണ്. മറ്റു വിദ്യാർത്ഥികൾക്ക് എന്താണ് ആവശ്യം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ DJ അത് നിർബന്ധം. ഞങ്ങളുടെ ഒരു കോളേജിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രഷേഴ്സ് പാർട്ടി, അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞ് ഫ്രഷേഴ്സ് പാർട്ടിക്ക് DJ വേണ്ട, കവിയരങ്ങ് മതിയെന്ന്. അപ്പോൾ
നമ്മളെല്ലാം ഇപ്പോൾ മാം ചിരിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും യൂണിയൻ മെമ്പേഴ്സ് അടക്കമുള്ളവർ ഒരു ചിരിയായിരുന്നു. പക്ഷെ അതിൻ്റെ പിന്നിൽ മറ്റ് പല തലങ്ങളും ഉണ്ടെന്ന് ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ കാക്ക കൊളിച്ചാൽ കൊക്കാവില്ല. അതുപോലെ തന്നെ ഇന്നലെ കൽപ്പറ്റ നാരായണ സാറിൻ്റെ ഒരു തുപ്പാൻ പേടിച്ച് ഞാൻ ഇറക്കിയത് വിഷമായിരുന്നു എന്നൊരു സെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ക്യാമ്പസുകളിലെ അരാഷ്ട്രീയവാദവും അരാഷ്ട്രീയതയും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച മാഷിനും അതുപോലെ തന്നെ സോണിയ മാമിനും രണ്ടുപേർക്കും നമ്മുടെ കണ്ണൂർ സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഭാഗമായി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു.